എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ ഭാഷ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും സാംസ്കാരിക മൂലധനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ്. കേരളത്തിനകത്തെ കോളനികളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറയുന്ന വലിയ പ്രത്യാശ കേരളത്തിലെ ദളിത് ആദിവാസി ജനസമൂഹങ്ങൾക്ക് സർക്കാരുകൾ നൽകുകയും എന്നാൽ കൊയ്ത വയലൊന്നും തന്നെ നമ്മുടേതാവാതിരിക്കുകയും ഉണ്ടാക്കപ്പെട്ട കോളനികളെല്ലാം നമ്മളുടേതായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ബാക്കി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ കേരളത്തിനകത്തെ കോളനിയിൽ ഉൾപ്പെട്ട മനുഷ്യരുടെ വിമോചനത്തെക്കാൾ ഒരു മോഡറേറ്റർ എന്ന നിലയിൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നത് തിരുവിതാംകൂർ അടക്കമുള്ള ട്രിവാൻഡ്രം അടക്കമുള്ള പ്രദേശത്തുള്ള ഇപ്പോഴും രാജകുടുംബം എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ മാനസിക വിമോചനം എന്ന് നടപ്പിലാകുമെന്നുള്ള വലിയ ആശങ്കയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരുപക്ഷെ മലയാള വർഷത്തിൽ ഇന്ന് ഇംഗ്ലീഷ് വർഷമാണെന്ന് കരുതി ജീവിക്കുന്ന ചില ആളുകൾ ഇന്നും തിരുവിതാംകൂറിലുണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുണ്ട്. മലയാള വർഷം 1200 ഇംഗ്ലീഷ് വർഷം ആയി തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇന്നും 1200കളിൽ ജീവിക്കുന്ന ഇവർ തമ്പുരാൻ എന്ന് നിരവധി തവണയായി ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ പാരലൽ യൂണിവേഴ്സിനെ കുറിച്ച് ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തികഞ്ഞ രാജഭക്തിയോടുകൂടി ജാതിയല്ല, ഞങ്ങൾ സാധാരണ ഒരു കുടുംബം പോലെയാണ് ജീവിക്കുന്നതെന്ന് ആദിത്യവർമ്മ പറയുകയും അദ്ദേഹത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് താലപ്പൊലികൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിലും ആർത്തവമുള്ള സ്ത്രീകൾ തൊട്ടാൽ ചെടികൾ വാടുമെന്ന വലിയ രീതിയിൽ റേഡിയോ ആക്ടിവിറ്റി തിയറികൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പത്മശ്രീയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ വിഭാഗം മനുഷ്യരുടെ കേരളത്തിലെ സവർണ ജനസമൂഹത്തിന്റെ മാനസിക വിമോചനം എന്ന് സാധ്യമാകുന്നുള്ള വലിയ ആശങ്കയിൽ കൂടിയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഞങ്ങൾ ഈ സെഷൻ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് തന്നെ. ആദ്യത്തെ ചോദ്യം ശ്രീ സണ്ണിയും കപ്പിക്കാടിനോടാണ്. ഒരുപക്ഷെ MA സോഷ്യോളജിയിൽ എനിക്ക് 1ാം റാങ്ക് കിട്ടിയ സമയത്ത് ഏറ്റവും സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവെച്ച സമയത്ത് അതിനിടയിൽ വന്ന ആദ്യത്തെ കമന്റ് എന്ന് പറയുന്നത് കോളനി വേണം എന്നുള്ളതായിരുന്നു. ഞാനൊരു 2 നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ജാതിയെ മറികടക്കാൻ സാമ്പത്തിക സ്ഥിതി കൊണ്ട് സാധിക്കുമെന്ന് അനുദിനം എൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാർ പറയുന്നുണ്ട്. എനിക്കെന്തിനാണ് റിസർവേഷൻ എന്ന ചോദ്യവും ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ 2 നില വീട്ടിൽ താമസിക്കുമ്പോഴും എന്നെ ഒരു ദളിതനായി മാത്രം, കോളനി വാണമായി മാത്രം കാണാൻ സാധിക്കുന്ന മലയാളി സമൂഹം ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ കോളനികളുടെ പേര് മാറ്റുമ്പോൾ മലയാളിയുടെ മാനസിക നിലയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇതൊരു പേരുമാറ്റത്തിന്റെ പ്രശ്നമാണോ അഥവാ സാംസ്കാരിക മൂലധനത്തിന്റെ പ്രശ്നമാണോ? കോളനി എന്ന വാക്ക് മാറ്റുകയും അതിന് പകരമായി ഉന്നതി എന്ന വാക്ക് ഉപയോഗിക്കണമെന്ന് സർക്കാർ സർക്കുലർ പുറത്തുവന്നൊരു നാടാണ് കേരളം. ഇവിടെ പരിശോധിക്കപ്പെടാത്ത പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. പേരുമാറ്റം കൊണ്ട് ഈ കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നിലയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു താത്വിക പ്രശ്നം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ കോളനികൾ വെറുക്കപ്പെട്ട സ്ഥലമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട കാര്യം. കോളനിയിൽ ജീവിക്കുന്നവരുടെ കാര്യമല്ലത്, മറിച്ച് കോളനിയെ സംബന്ധിച്ച് മലയാളി സമൂഹം കെട്ടിപ്പൊക്കിയ ചില സങ്കല്പങ്ങൾക്കകത്താണ് കോളനി എന്നത് വെറുക്കപ്പെട്ടൊരു സ്ഥലമായിരിക്കുന്നത്. അല്ല, കോളനി സ്വയമേവ ഒരു മോശപ്പെട്ട വാക്കല്ല. കേരളത്തിൽ ഹൗസിംഗ് കോളനി നമ്മൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ആർക്കും ഒരു വെറുപ്പും തോന്നാറില്ല. ഈ ദലിത് ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഇടത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വെറുപ്പോടുകൂടി കാണുന്നത്. ആ വെറുപ്പിന് ഒരു ചരിത്രവും നമ്മുടെ മിത്തുമായും നമ്മുടെ മെറ്റഫിസിക്സുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് നമ്മൾ കാണണം. ഈ വെറുപ്പുണ്ടായത് കോളനി എന്ന വാക്കിൽ നിന്നാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊണോട്ടേഷനിൽ നിന്നാണെങ്കിൽ പേര് മാറ്റിയാൽ അത് മാറും. പക്ഷേ ഇത് കൊണോട്ടേഷനിൽ നിന്നല്ല ഈ വെറുപ്പുണ്ടാകുന്നത്, മറിച്ച് ഡിനോട്ടേഷനിൽ നിന്നാണ് ഈ വെറുപ്പുണ്ടാകുന്നത്. ആരെയാണ് പ്രതിനിധാനം ചെയ്യുക? ആ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന മനുഷ്യർ ഓണ്ടോളജിക്കലി വെറുക്കപ്പെടേണ്ടവരാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ മിതോളജിക്കകത്ത് ഈ ചണ്ടാളരെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം അവർ ചലിക്കുന്ന പട്ടടയാണെന്നാണ്. ചലിക്കുന്ന പട്ടട എന്ന് പറഞ്ഞാൽ അത്രമേൽ വെറുക്കപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഓണ്ടോളജിക്കലി മനുഷ്യർ വ്യത്യസ്തരാണെന്നും ചിലർ അധമ മനുഷ്യരാണെന്നും ചിലർ ഉന്നത കുലജാതരാണെന്നും വിചാരിക്കുന്ന, അത് നമ്മുടെ സാമാന്യ ബോധത്തിൽ അടിയുറച്ച ഒരു
സമൂഹത്തിനകത്താണ് കോളനി എന്നത് വെറുക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വാക്ക് മാറ്റിയാൽ ഈ വെറുപ്പ് അവിടെ നിന്ന് പോകില്ല. ഏത് വാക്കെടുത്ത് ഉപയോഗിച്ചാലും ആ വെറുപ്പ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അത് നമ്മളുടെ ഭാവനയും നമ്മുടെ ധാർമ്മികതയും ഒക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, കോളനി എന്നത് ആധുനിക കേരളീയ സമൂഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കൺസ്ട്രക്റ്റാണ്. അത് നിർമ്മിക്കപ്പെട്ടൊരു സംഭവമാണ്, സ്വാഭാവികമായി ചരിത്രത്തിൽ ഉണ്ടായി വന്നതല്ല. കേരളത്തിൽ വലിയ വിപ്ലവം നടന്ന ഭൂപരിഷ്കരണ കാലത്ത് മിച്ചഭൂമി മാത്രമല്ല ഉണ്ടായത്, മിച്ചം ജനതയും ഉണ്ടായി. ഈ മിച്ചം ജനതയെ എന്ത് ചെയ്യുമെന്നുള്ള വലിയൊരു ചോദ്യം കേരളത്തിലെ ഭരണാധികാരികൾ നേരിട്ടു. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ 1972 ലക്ഷം വീട് കോളനികളും പിന്നെ 50,000 കടക്കുന്ന വിധം ദളിത് കോളനികളും കേരളത്തിലുണ്ടായത്. എന്ന് പറഞ്ഞാൽ കേരളം പിന്തുടരുന്ന എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പോളിസിയാണ് ഈ കോളനി നിർമ്മാണത്തിന് പിന്നിലുള്ളത് എന്ന് നമ്മൾ കാണണം. അത് കാസ്റ്റുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ കോളനി നിവാസികൾക്ക് അവർക്ക് പുറത്ത് കിടക്കാൻ കഴിയണമെങ്കിൽ മാറേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹമാണ്, കേരളത്തിലെ സവർണ വിഭാഗങ്ങൾക്കിടയിലാണ് മാറ്റം വരേണ്ടത്. അവർ നിർമ്മിച്ചെടുത്ത സാമൂഹിക രാഷ്ട്രീയ ബോധത്തിനകത്താണ് ഈ മനുഷ്യർ നികൃഷ്ട ജന്മങ്ങളാണെന്ന് അവർക്കൊരു തോന്നലുണ്ടാവുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തകർക്കപ്പെടാതെ ഇവർക്ക് മനുഷ്യ പദവിയിലേക്ക് ഉയർന്നു വരാൻ പറ്റില്ല. അത് അവരുടെ പ്രശ്നമല്ലത്. മറിച്ച് ഇവർ എത്ര ഉയർന്നാലും, നമ്മുടെ മോഡറേറ്റർ പറഞ്ഞത് 2 നില വീട്ടിൽ ജീവിക്കുന്നവനാണെങ്കിലും അവൻ കോളനിക്കാരനാണെന്നാണ് കേരളം കരുതുന്നത്. ഈ മനോനില മാറാതെ പേര് മാറ്റിയത് കൊണ്ട് യാതൊരു തരത്തിലൊരു ഇമ്പാക്റ്റും ഇതിനുണ്ടാകാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പേരിടിയിൽ ഒരു ചടങ്ങായ സമൂഹമാണ് നമ്മുടേത്. എന്തുകൊണ്ടായിരിക്കും? പേരിടിയിൽ ഒരു കുട്ടിക്ക് പേരിടുന്നത് വളരെ വലിയ ആഘോഷവും ചടങ്ങുമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജാതിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അതായത് പേരിടുക എന്ന് പറയുന്നത് ഈ ചണ്ടാളരായിട്ടുള്ള ജാതി ശ്രേണിയിൽ കീഴ്ത്തട്ടിലുള്ളവർക്ക് നികൃഷ്ടമായ പേരുകളെ, അറപ്പുളവാക്കുന്ന പേരുകളെ ഇടാവൂ എന്ന മിത്തോളജി ശക്തമായൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പേരിടുക എന്നത് വളരെ പ്രധാനമാണ്. ഈ സമൂഹത്തെ സംബന്ധിച്ച് സ്വന്തം പേരിടാൻ അവർക്ക് അവകാശമില്ല. കേരളത്തിലെ ഒരൊറ്റ സംഘടന പോലും കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടില്ല കോളനി എന്നുള്ള പേര് മാറ്റി വേറൊരു പേരിടുന്നത്. നിങ്ങൾക്കറിയാമോ? ആരും ആവശ്യപ്പെടാതെ ആണിത് മാറ്റിയത്. പക്ഷെ അവർ വേറെ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, അതവരോട്ട് കേൾക്കത്തുമില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം ഡെസ്റ്റിനി തീരുമാനിക്കാൻ ദളിതരുടെ ഒരു സോഷ്യൽ ഏജൻസി എന്നുള്ള അവകാശത്തെയാണ് ഇതിലൂടെ അവർ റദ്ദ് ചെയ്യുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സാമൂഹിക അന്തസ്സിലേക്ക് ഇവർക്ക് കടന്നു വരാൻ കഴിയാത്തത് ഈ ജനതയുടെ പ്രശ്നമല്ല. നമ്മുടെ സമൂഹം അത്രമേൽ അദൃശ്യമായ വിലക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ആധുനികാനന്തര സമൂഹവും എന്നാണ് നമ്മൾ ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ജാതി പ്രവർത്തിക്കുന്ന രീതി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ നിലക്കതിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ ഊരുകൾ എടുത്തു കഴിഞ്ഞാൽ ഊരുകളുടെ പുറത്തുള്ള ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റേറ്റിനാകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പം അട്ടപ്പാടിയിലെ വീടുകളിൽ പലതും ഇതിൻ്റെ മേലെയും മഞ്ഞ കളറിൽ കറുപ്പ് മഷികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീടുണ്ടാക്കിയ പദ്ധതി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ വീടുകളിലേക്ക് സുഹൃത്തുക്കളെയും കൊണ്ട് ചെല്ലുന്ന കുട്ടികളെ മനസ്സിലേക്ക് വലിയ ആഘാതമാണ് ഇത് ഏൽപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരും മോശമല്ല ഒട്ടും. ടോയ്ലറ്റ് കക്കൂസിന്റെ പുറത്ത് മോദിയുടെ ചിത്രമാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്നോട് അവിടുത്തെ ഒരു മുത്തശ്ശി പറഞ്ഞു, ഒന്ന് അപ്പിയിടണമെങ്കിൽ മോദിയെ കണ്ടിട്ടേ പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം എത്ര കഷ്ടമുള്ളതാണ് എന്നുള്ളത് അവരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വസിക്കുന്ന ഒരു സ്ഥലത്തിന്റെ മുകളിൽ യാതൊരു ഓണർഷിപ്പും ഇല്ലാത്ത ഒരു ജനതയായി പലപ്പോഴും കോളനിവൽക്കരണം നമ്മളെ മാറ്റാറുണ്ട്. പക്ഷെ ഇതൊരു കൊളോണിയൽ നയത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ആർഷഭാരതത്തിന് യാതൊരു സ്വാധീനവും ഇല്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും വാദങ്ങളുള്ളത്. കോളനി എന്ന വാക്കിന്റെ ജീനിയോളജി പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു കൊളോണിയൽ കൺസ്ട്രക്ട് മാത്രമാണോ കോളനി? എന്നോടാണ് അതെ, ഡോക്ടർ മാളവികയോട്. എനിക്കിത് രണ്ടും പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് തോന്നുന്നത്. ഒന്ന്,
കോളനി എന്നുള്ള പദത്തിനെ നമുക്ക് കൊളോണിയലിസത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ അത് എൻട്വൈനായിട്ട് കിടക്കുന്ന ഒരു പദവുമാണ്. കാരണം നമ്മൾ കോളനി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പിടിച്ചടക്കലിൻ്റെ ഒരു രാഷ്ട്രീയം വന്നു, വംശീയതയുടെ ഒരു രാഷ്ട്രീയം വന്നു കഴിഞ്ഞു, അതേപോലെ ഡോമിനേഷൻ്റെ രാഷ്ട്രീയം വന്നു. അതാണ് നമ്മൾ ലണ്ടനിൽ പോയിട്ട് നമുക്കൊരു ഹൗസിംഗ് കോളനി കാണാൻ പറ്റുമോ? ഇപ്പം ഞാൻ താമസിച്ചിരുന്ന ഒരു ജേർണലിസ്റ്റ് കോളനിയിലാണ്. പക്ഷെ ലണ്ടനിൽ പോയാൽ നിങ്ങൾക്കൊരു ഡൗണിങ് സ്ട്രീറ്റ് കാണാൻ പറ്റും, ബൊറോസ് കാണാൻ പറ്റും. അവരുടെ വീടുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളെ ഒന്നും കോളനീസ് എന്ന് വിളിച്ചില്ലല്ലോ. ഇവിടെ കോളനികൾ ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ പലതരത്തിലുള്ള ലിവിങ് ക്വാർട്ടേഴ്സ് ഉണ്ടാകുകയും അവർ കോളനി നമുക്ക് വേണമെങ്കിൽ ഒരു വിശാല അർത്ഥത്തിൽ മനുഷ്യൻ ഭൂമിയെ കോളനൈസ് ചെയ്തത് എന്നുള്ളത്. പക്ഷേ ഈ വാക്കുകൾ നമ്മുടെ വൊക്കാബുലറിയിലേക്ക്, പർട്ടിക്കുലർലി ഇന്ത്യക്കാരുടെയും മലയാളം സംസാരിക്കുന്നവരുടെയും ഭാഷയിലേക്ക് കടന്നു വന്നത് കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ കോളനി എന്നുള്ള ഒരു വാക്കിൽ തന്നെ ആദീശത്വത്തിൻ്റെ അതിൻ്റെ ഒരു ഗ്രാമറ്റിക്സ് അതിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറം നമ്മൾ പറയല്ലോ വേർഡ്സ് മേക്ക് വേൾഡ്സ് എന്ന്, അതായത് വാക്കുകളാണ് നമ്മുടെ ലോകങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന്. അപ്പം കോളനി എന്നുള്ളൊരു ലോക സൃഷ്ടിയിൽ, ഒരു ഹാബിറ്റസ് സൃഷ്ടിയിൽ, ഇപ്പം പിയറി ബോർദു പറയുന്ന ഒരു സാധനമാണ് എംബോഡിയുടെ ക്യാപിറ്റലായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉള്ളിലൊക്കെ കിടക്കുന്ന കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. നമ്മൾ ശാരീരികമായി പേറിക്കൊണ്ട് നടക്കുന്ന ഒരു ജാതീയ മൂലധനമാണ് ഈ കോളനി എന്ന് പറയുന്ന ഹാബിറ്റസ്. അതായത് നമ്മൾ കോളനിയിൽ വെളിയിൽ ജീവിക്കുന്നതോ അകത്ത് ജീവിക്കുന്നതോ മനുഷ്യരാണെങ്കിൽ കൂടി, നിങ്ങളൊരു ദളിത് മനുഷ്യനാണെങ്കിൽ, നിങ്ങളൊരു ദളിത് സ്ത്രീ ആണെങ്കിൽ ആ കോളനി പേറിക്കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ എവിടെ പോയാലും ആ കോളനി പേറിക്കൊണ്ടാണ്. നിങ്ങളൊരു ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ അത് ഹരിജൻ കോളനി എന്ന് ഹോസ്റ്റലിനകത്ത് നമ്മൾ താമസിക്കുന്ന മുറികളെ വിളിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും വിളിക്കുന്ന സമയമുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. പക്ഷെ ഇത് പറയുമ്പോഴും ഇതിൻ്റെ എറ്റിമോളജി നമ്മൾ പറയുമ്പോൾ അത് കോളനിവൽക്കരണത്തിനോട് ചേർന്ന് കിടക്കുമ്പോഴും അതിനു മുമ്പേ തന്നെ സെപ്പറേറ്റ് ലിവിങ് ക്വാർട്ടേഴ്സ് എന്നുള്ള, അതായത് പല വിധമുള്ള മനുഷ്യർ പല സ്ഥലത്തേ ജീവിക്കാവുള്ളൂ എന്നുള്ള വ്യവഹാരമാല തുടങ്ങിയ, മനുസ്മൃതി തുടങ്ങിയ, ബൃഹസ്പതി സ്മൃതി തുടങ്ങിയ വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും രസം, മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ കാര്യമേ നിർമ്മിക്കപ്പെട്ടത് പല മനുഷ്യരെ പല സമയത്ത് നിർത്താറുണ്ട്. നമ്മുടെ മണ്ടത്തരമാണ് നമ്മൾ വിചാരിക്കുന്നത് വീട് കെട്ടാനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്ന്. എന്നാൽ വാസ്തുശാസ്ത്രത്തിൻ്റെ മലയാളം വിശ്വകർമ്മീയം പോലെയുള്ള, വരലത്തെ തച്ചൻ എഴുതിയ വിശ്വകർമ്മീയം പോലെയുള്ള 17-ാം 18-ാം നൂറ്റാണ്ടിലെ മലയാളം വർക്ക് എടുത്ത് നോക്കിയാലും അതിനു മുമ്പ് 7-ാം നൂറ്റാണ്ട് തൊട്ട് രചിക്കപ്പെട്ട മാനസാര, മയാമഠ എന്നൊക്കെ പറയുന്ന വർക്കുകൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ കോറായിട്ടുള്ള എംഫസിസ് എന്തിലാണ്? അതിൻ്റെ കോർ എംഫസിസ് എന്ന് പറയുന്നത് യെല്ലോ സോയിൽ, അതായത് ബട്ടർ പോലുള്ള, ബട്ടറിൻ്റെ മലയാളം നെയ്യ് പോലുള്ള സ്ഥലത്താണ് ബ്രാഹ്മണൻ ജീവിക്കേണ്ടത്. ചുവന്ന നിറമുള്ള മണ്ണിലാണ് ക്ഷത്രിയൻ ജീവിക്കേണ്ടത്. വൈശ്യൻ ജീവിക്കേണ്ടത് തവിട് നിറമുള്ള മണ്ണിലാണ്. കറുത്ത നിറമോ അല്ലെങ്കിൽ കല്ലുകളേറെയുള്ള സ്ഥലത്താണ് ശൂദ്രൻ ജീവിക്കേണ്ടത്. അത് അത്രേ ഉള്ളൂ. ശൂദ്രേതരമായിട്ടുള്ളത് അവ മെൻഷൻ പോലും ഇല്ല എന്ന് ഓർക്കണം. കാരണം ചണ്ടാളന്മാർ ജീവിക്കുന്നത് എവിടെയാണ്? ചണ്ടാളന്മാർ അതിനപ്പുറമാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ വർണ്ണസങ്കരത്തിൽപ്പെട്ടുള്ളവർ ജീവിക്കേണ്ടത് എവിടെയാണ്? മൃഗങ്ങളുടെ കൂടെയും സെമിട്രികൾക്ക് അടുത്തുമായിട്ടാണ് ജീവിക്കേണ്ടത്. അപ്പം ഓരോ മണ്ണിൻ്റെ നേച്ചർ അനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കേണ്ടത്. ഇത് ഒരു പ്രാവശ്യമല്ല, പല ആവർത്തി പല ടെക്സ്റ്റുകളിൽ വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിച്ച കാര്യമാണ്. അപ്പം ഒരു ടൈപ്പ് ഓഫ് സോയിൽ ഒരു മനുഷ്യരെ ജീവിക്കാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ടൗണിൽ ഒരു സ്ഥലത്ത് ഇന്ന മനുഷ്യർ മാത്രമേ ജീവിക്കാവുള്ളൂ എന്ന് ഇംപ്ലിസിറ്റ് ആയിട്ട് പറയുന്നതാണ് അവിടെ. അതനുസരിച്ചാണ് നമ്മുടെ ഇവിടെ പല ടൗണുകൾ, ഞങ്ങൾ സ്പേഷ്യൽ പാറ്റേണിംഗ് ഒക്കെ ആർക്കിയോളജിയിൽ ചെയ്യും. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ ഒരു പ്രീ മോഡേൺ അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പോലും കൃത്യമായിട്ട് ഈ ലിവിങ് ക്വാർട്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വാസ്തുശാസ്ത്രം എടുത്തു നോക്കുമ്പോൾ, അതായത് 7-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുമ്പോൾ മനുഷ്യരെ തമ്മിൽ വിഭജിച്ച് നിർത്തുന്ന ഒരു അബ്സല്യൂട്ട് ആൻഡ് ഇൻഹറന്റ് ടെൻഡൻസി, നേരത്തെ ഇവിടെ ശ്രീ സണ്ണി കപ്പിക്കാട് പറഞ്ഞ പോലെ നമ്മുടെ മൈത്തോളജിയിലും ഈ മൈത്തോളജി മാത്രമായി നിലനിന്നേ അല്ല എന്ന് ഓർക്കണം. മൺറോ റിഫോംസ് വരുന്നത് വരെ തിരുവിതാംകൂറിൽ വ്യവഹാരമാല എന്ന് പറഞ്ഞ ടെക്സ്റ്റാണ് റൂളിംഗ് കോഡൈസ് ആയിട്ട്, അതായത് നിയമനിർമ്മാണത്തിന് വേണ്ടി രാജാവ് എങ്ങനെ ഭരിക്കണം എന്നുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഈ വ്യവഹാരമാല എന്ന് പറഞ്ഞ ടെക്സ്റ്റിലാണ്. ആ ടെക്സ്റ്റിലും ഇതുപോലത്തുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. ഈ നമ്മൾ പല സ്ഥലങ്ങളിലും എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ വിഭജിച്ച് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് 1000 അല്ലെങ്കിൽ 1200 വർഷത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ആ 1200 വർഷത്തിൻ്റെ ഹിസ്റ്ററിയോടാണ് നമ്മൾ കിടപിടിക്കുന്നത്, നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ദിനു ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഞാനൊരു പകുതി തിരുവനന്തപുരംകാരിയാണ്. എൻ്റെ അമ്മയുടെ നാട് ട്രിവാൻഡ്രമാണ്.
ബൈ ദ ഇൻസിഡൻറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഇവിടെ ഞാൻ പല ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു സാധനമാണ്, ഇത് പത്മനാഭൻ്റെ മണ്ണാണ്. അപ്പോൾ ഞാൻ എപ്പോഴും തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പത്മനാഭൻ്റെ മണ്ണാണെന്നുള്ളത് നിങ്ങൾ തിരുത്തി ഇത് മഹാത്മാ അയ്യങ്കാളിയുടെ മണ്ണാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്തെ നമ്മൾ നന്നാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ വിഭജിച്ച് നമ്മൾ അത് എന്താണ് ഓരോ മനുഷ്യരിലേക്ക് ആ ഹാബിറ്റസുകൾ പ്രൊജക്റ്റ് ചെയ്തേ നമ്മൾ ജീവിക്കുകയുള്ളൂ. ഒരുപക്ഷെ പുഴു എന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ അതിനെതിരെ വന്ന വലിയ വിമർശനങ്ങളിൽ ഒന്ന് ഇന്നും ജാതി നോക്കി ഫ്ലാറ്റുകൾ കൊടുക്കുന്നുണ്ടോ, ഇതൊരു അമിത ഭാവനയല്ലേ എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്ന ചില സോഷ്യോളജി വിദ്യാർത്ഥികളും ചേച്ചിയൊക്കെ അടക്കുന്ന ഒരു ടീം ചേർന്നുകൊണ്ട് കൊച്ചിയിലെ പല ഫ്ലാറ്റുകളിലും വിളിച്ച് ഞങ്ങൾ ഒരു കോഡാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇവിടെ നമ്മുടെ ആളുകൾ മാത്രമാണോ ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ആളുകൾ മാത്രം ഉറപ്പ് നൽകുന്ന ഫ്ലാറ്റ് മുറികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അടുത്തൊരു ഡോക്ടർ ബിജുവിലേക്കാണ്. ഡോക്ടർ ബിജുവിലേക്ക് പോകുന്നതിന് മുമ്പ് സംഘാടകരോട് കൂടെയുള്ള ഒരു വിയോജിപ്പ് പറഞ്ഞിട്ടാണ് ഡോക്ടർ ബിജുവിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലെ ജാതി കോളനിയുടെ ഒരു അടയാളമാണ് ഡോക്ടർ ബിജുവിന് ഈ സെഷനിൽ ഇരിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം സംഘാടകരോട് വിയോജിപ്പായി പറഞ്ഞുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അന്താരാഷ്ട്ര സിനിമകൾ എടുത്ത അന്താരാഷ്ട്ര അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഡോക്ടർ ബിജുവിനെ പോലുള്ള ഒരാളെ സിനിമകളുമായി ബന്ധപ്പെട്ട ഒരു സെഷനിലും ഇരുത്താതെ വളരെ കൃത്യമായി കോളനിയുമായി ബന്ധപ്പെട്ട ഒരു സെഷനിൽ മാത്രം ഇരുത്തുന്നത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലെ ആധുനിക ജാതിയുടെ പ്രവർത്തനമാണെന്ന് തുറന്നു തന്നെ പറയേണ്ടി വരുമെന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ്. ഇത് എൻ്റെ ഒരു തീരുമാനം കൂടിയാണ് മോഡറേറ്റർ എന്ന നിലയിൽ. ഒരുപക്ഷെ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നു, പവനരച്ചെഴുതുന്ന കോലങ്ങളെന്നും കിഴക്കിനി കോലായിൽ അരുണോദയം. ഏത് കിഴക്കിനി കോലായാണ് കോളനികളിലുള്ളതെന്ന് നമുക്കറിയില്ല, എവിടെയാണ് നമ്മൾ അരുണോദയം നോക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ആര്യൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമ്പൂതിരി ആയിട്ടുള്ള യുവാവ്, പടച്ചോറ് വെച്ച് മാത്രം ജീവിക്കുന്ന യുവാവ്, അവസാനം ചെങ്ങമ്പുഴയുടെ വാഴക്കുലയെ റിവേഴ്സ് ചെയ്തുകൊണ്ട് വാഴക്കുലയുമായാണ് കട്ട് വരുന്നത്. ഈ മനുഷ്യൻ ആ പറമ്പിൽ ഒരു വാഴക്കുല നട്ട് തിന്നൂടെ എന്നുള്ളത് ഒരു മനുഷ്യനും ചോദിക്കുന്നില്ല. തൊഴിലുറപ്പ് പണിക്കെങ്കിലും പോയിട്ട് ഈ മനുഷ്യന് ജീവിച്ചൂടെ എന്നുള്ളത് നമ്മൾ ആരും ഇദ്ദേഹത്തിനോട് ചോദിക്കാനും പോകുന്നില്ല. മലയാള സിനിമ എപ്രകാരമാണ് ജാതി, ഭൂമി ഇവ സംബന്ധിച്ചുള്ള സ്റ്റീരിയോ ടൈപ്പുകളെ ഊട്ടിയുറപ്പിക്കുന്നത് എന്നാണ് അങ്ങയോടുള്ള ചോദ്യം. ഈ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും ഈ കാസ്റ്റിനെ പറ്റി പറയുമ്പോൾ, ജാതിയെ പറ്റി പറയുമ്പം പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് രണ്ട് തരത്തിൽ ആലോചിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്ന് ഓൺ സ്ക്രീനും ഒന്ന് ഓഫ് സ്ക്രീനും എന്നുള്ള തരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് ഓൺ സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, നമ്മുടെ വെള്ളിത്തിരിയിൽ കാണുന്ന സിനിമകളിൽ ജാതിയെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതിൽ നമ്മൾ ഈ മലയാള സിനിമയെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ഈ ദളിത് എന്ന് പറയുന്ന ഒരു കാസ്റ്റിനെ അടയാളപ്പെടുത്തുന്നത് പലപ്പോഴും ഒരു പ്രത്യേക സ്പേസിലാണ്. ആ സ്പേസിൻ്റെ ഒരു പ്രധാനം അത് ക്രൈം കൂടുതലുള്ള ഒരു സ്പേസാണെന്നുള്ളതാണ്. ക്രിമിനലായ ആളുകളെ അല്ലെങ്കിൽ അസംസ്കൃതരായ അപരിഷ്കൃതരായ ആളുകളെ ഈ കോളനി എന്നുള്ളതിനെ കൃത്യമായി തന്നെ അത്തരത്തിൽ സിനിമയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മളൊരു മലയാള സിനിമയിൽ എപ്പോഴാണ് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ദളിത് ക്യാരക്ടർ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതൊന്ന് കണക്കെടുത്താൽ വളരെ കുറവായിരിക്കും. അതിലെ നായകൻ അല്ലെങ്കിൽ നായിക അതല്ലെങ്കിൽ മറ്റ് താരങ്ങളൊക്കെ തന്നെയും അവരൊക്കെ ഒരു പ്രത്യേകതരം കാസ്റ്റുകളിൽ പെടുന്നവരായിരിക്കും. പക്ഷേ ദളിത് കാസ്റ്റുകളിൽ പെടുന്നവർ എപ്പോഴും ചിത്രീകരിക്കപ്പെടുക അവരൊന്നുകിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡോടുകൂടി അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അത്തരത്തിലുള്ള ഈ കോളനിവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങൾ, അത്തരത്തിലാണ് മലയാള സിനിമ എപ്പോഴും ജാതിയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരു ജാതിയിൽ താണ ഒരാൾ നായകനായി, ഞാൻ മീൻസ് ആർട്ടിസ്റ്റിൻ്റെ ജാതിയല്ല ഞാൻ പറയുന്നത്, സിനിമയിൽ കാണുന്ന നായകൻ ജാതിയിൽ വളരെ താണ ഒരു ജാതിയിലുള്ള ആൾ വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു നായകവേഷത്തോടു കൂടി നായകവേഷം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോൾ ഒന്ന് ചോദിച്ചാൽ വളരെ വിരലിലെണ്ണാവുന്നേ പറയുള്ളൂ. ഈ നായകന്മാരൊക്കെ എപ്പോഴും നായരും നമ്പൂതിരിയും മേനോനും ഒക്കെ തന്നെയായിരിക്കും. ബാക്കിയുള്ളവരെ ഈ കോളനിയിൽ നിന്ന് ആക്രമിക്കാൻ വരുന്ന വില്ലന്മാരും മദ്യവും മയക്കുമരുന്നും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളുമൊക്കെയാണ്. അതാണ് നമ്മുടെ ഓൺ സ്ക്രീൻ സിനിമകളിലുള്ള ഇതിൽ നിന്ന് കുറച്ചെങ്കിലും മാറി നിന്നിട്ടുള്ളത് മലയാളത്തിലെ ഒരുപക്ഷെ നടപ്പ് രീതികളിൽ നിന്ന് മാറി എടുക്കുന്ന സിനിമകളാണ്. ഇപ്പോൾ ഒരു ആർട്ട് ഹൗസ് എന്നൊക്കെ പറയുന്ന സിനിമകളിലാണ് വളരെ ചുരുക്കമായെങ്കിലും അത്തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. അത് അവരുടെ വിഷയങ്ങൾ പറയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അത്തരം സിനിമകൾ ഉണ്ടാകുമ്പോൾ ദളിത് വിഷയങ്ങൾ സംസാരിക്കുന്ന സിനിമകൾ മറ്റു ഭാഷകളുമായി വെച്ച് നോക്കിയാൽ, ഇപ്പോൾ മറാത്തിയോ മലയാളം തമിഴോ വെച്ച് നോക്കിയാൽ തുലവും കുറവാണ് നമ്മളും അത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ മലയാളത്തിലെ ഓൺ സ്ക്രീൻ എപ്പോഴും
ആളുകളെ കാസ്റ്റിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കോളനിവൽക്കരിക്കപ്പെട്ട് തന്നെയാണ്. അത് രണ്ടും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രീമിൽ കോളനിവൽക്കരിക്കപ്പെട്ട് തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്തെ പലതും നമ്മുടെ സിനിമകളെടുത്താൽ എനിക്കൊന്ന് ഇപ്പോഴൊക്കെയായിരിക്കും കുറച്ചെങ്കിലും മുഖ്യധാരയിൽ ചെറിയ വ്യത്യാസം വന്നത്. അല്ലെങ്കിൽ നമ്മളുടെ മലയാള സിനിമകളുടെ ഒരു ഫോർമുല എന്ന് പറയുന്നത് അത് തന്നെ ഒരു 60% ദളിത് വിരുദ്ധത, 30% സ്ത്രീ വിരുദ്ധത, 10% അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു 100 കോടിയിൽ കയറുന്ന ഒരു ഫോർമുലയായി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഓൺ സ്ക്രീനിൽ അടയാളപ്പെടുത്തുന്നത്. ഓഫ് സ്ക്രീനിൽ നമ്മൾ നോക്കിയാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള എത്ര പ്രധാന സംവിധായകർ നമുക്കുണ്ടായിട്ടുണ്ട്. ഇത്ര കാലത്തെ കണക്കിലെടുത്താൽ എനിക്കൊന്നൊരു 10 വിരലിൽ എണ്ണാൻ പറ്റാവുന്ന 90 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മലയാള സിനിമയിൽ കണ്ടിന്യൂസായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ദളിത് സംവിധായകരുണ്ട് എന്നുള്ളൊരു എണ്ണം എടുത്ത് നോക്കണം. എത്ര ദളിത് നായകന്മാർ നമുക്കുണ്ടായിട്ടുള്ളത്, നമുക്ക് വിരലിലെണ്ണാവുന്ന നായകന്മാരെ ഉണ്ടായിട്ടുള്ളൂ. എത്ര ദളിത് നായികമാർ നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. കാര്യം ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ഈ പറഞ്ഞ ദളിത് കമ്മ്യൂണിറ്റി കൂടുതലും ഇടപെടുന്ന ഈ ടെക്നിക്കൽ ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത് അവിടുത്തെ മറ്റ് ഈ ഇപ്പോൾ ആർട്ടിനകത്തെ സഹായികൾ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മളുടെ ഡ്രൈവേഴ്സ്, ഇത്തരത്തിലുള്ള അടിസ്ഥാന വിഭാഗങ്ങൾ ജോലിയെടുക്കുന്ന ഇടങ്ങളിലാണ് കൂടുതലും ഈ ദളിത് ആളുകൾ ഉള്ളത്. ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഹെഡ് എന്നുള്ള രീതിയിൽ, ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ള രീതിയിൽ ദളിത് വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം, നമ്മൾ ഈ ജാതി സെൻസസ് എടുക്കണമെന്നൊക്കെ പറയുന്നവരാണ്. ജാതി സെൻസസ് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഒരു രീതിയിലും സമ്മതിക്കില്ലല്ലോ. കാരണം ജാതി സെൻസസ് എടുത്താൽ വെളിവാകും കൃത്യമായിട്ട് എത്ര ആളുകൾ ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ഒരു സെൻസസ് സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഹയർ ആയിട്ടുള്ള ഈ ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ള രീതിയിൽ ആ ഇടങ്ങളിൽ വ്യാപരിക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളൊരു കണക്ക് വെളിവാകും. പക്ഷേ ആ കണക്കിനെ നമ്മൾ ഈ സപ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ സിനിമകൾ ഉണ്ടാകുന്നത്. ഈ പിന്നണിയിൽ കായികമായി അധ്വാനിക്കുന്ന, ആർട്ടിസ്റ്റിക്കായിട്ട് അധ്വാനിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ ലൈം ലൈറ്റിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ദളിത് വിഷയങ്ങളും എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഇപ്പോൾ തമിഴിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഇത്ര വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ദളിത് വിഷയങ്ങൾ സംസാരിച്ച് കൃത്യമായ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുന്നത്. രാഷ്ട്രീയം പറയുന്ന സിനിമകൾ തന്നെ ഉണ്ടാകുന്നില്ല, പിന്നെയാണ് ദളിത് രാഷ്ട്രീയം. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാൻ പേടിയാണ്. നമ്മളിപ്പോൾ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന സിനിമ ഉണ്ടെങ്കിൽ നമ്മൾ 1948 പോലീസിനെ അല്ലെങ്കിൽ 1970 മുമ്പുള്ള പോലീസിനെ കുറ്റപ്പെടുത്തുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ജാതി കൈകാര്യം ചെയ്യാൻ സിനിമയ്ക്ക് പേടിയാണ്. പൊതുവേ അത് വിഷയങ്ങളിലായാലും അതിലൂടെ കടന്നു വരുന്ന കലാകാരന്മാരിലായാലും ജാതി എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ജാതിയേ ഉള്ളൂ. ആ ജാതി സവർണ്ണ ജാതിയാണ്. അതിനപ്പുറത്ത് വേറൊരു ജാതി അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ശ്രീ സണ്ണിയം കപ്പിക്കാട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പേരിടലുകളിൽ ബ്രാഹ്മണ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഞാൻ വളരെ രസകരമായി തോന്നിയൊരു കാര്യം, നമ്മൾക്കൊക്കെ ലഭിക്കുന്ന സ്കോളർഷിപ്പിന്റെ പേര് സർക്കാർ ഇട്ടിട്ടുള്ളത് ഗ്രാൻസ്, സ്റ്റൈഫൻ എന്നൊക്കെയാണ്. പക്ഷെ മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ ഫെലോഷിപ്പിന്റെ പേര് അല്ലെങ്കിൽ സ്റ്റൈഫൻഡിന്റെ പേര് സ്റ്റൈഫൻ എന്നല്ല, വിദ്യാസമുന്നതി എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഞങ്ങളൊക്കെ സ്റ്റൈഫൻഡ് വാങ്ങുന്നവരും ചിലരൊക്കെ ക്ലാസ് റൂമിൽ ഒരിക്കലും എണീറ്റ് നിൽക്കേണ്ടാത്ത വിദ്യാസമുന്നതി വാങ്ങുന്ന ആളുകളുമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ക്ലാസ്സുകളിൽ വിദ്യാസമുന്നതി വാങ്ങുന്ന ആളുകളെ അറിയാമെന്നുള്ള ചോദ്യം ചോദിച്ചാൽ തന്നെ ഇതിന്റെ ഒരു തട്ടിപ്പ് വെളിപ്പെടുത്തും. സമാനമായിട്ടാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നുള്ള പോലുള്ള പരാമർശങ്ങൾ. എറണാകുളം ജംഗ്ഷന്റെ പേര് മാറ്റിക്കൊണ്ട് രാജർഷി രാമവർമ്മ എന്ന് പേരിടാൻ കൊച്ചിൻ കോർപ്പറേഷൻ തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിനകത്ത് ഭരണകൂടം പേരിടലുകൾക്കകത്ത് ബ്രാഹ്മണ്യത്തെ പുലർത്തുന്നത്? ഇത് വളരെ നമ്മളൊരുപക്ഷെ വളരെ നിസ്സാരമായി കാണുന്നതും നമ്മളുടെ സാമൂഹ്യ ജീവിതത്തെയും നമ്മുടെ സാമൂഹ്യ ബോധത്തെയും നിരന്തരം മോൾഡ് ചെയ്യുന്നതുമായൊരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി നടക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ സാംസ്കാരിക മേഖല ആ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാറില്ല എന്നുള്ളൊരു വലിയ പരിമിതിയും നമുക്കുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ ദൈനംദിനമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളിലും ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിൻ്റെയും അതുൽപ്പാദിപ്പിക്കുന്ന ഭാവനകളും വളരെ വലിയ രീതിയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സംസാരിച്ചവരെല്ലാവരും അതിൻ്റെ പല രൂപങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ വലിയൊരു പ്രത്യേകത അത് സോഷ്യലി സാങ്ഷൻഡ് വിഭാഗത്തിലെ വാക്കുകളെയും ഭാവനയെയും മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. സോഷ്യലി സാങ്ഷൻഡ് ആയിരിക്കണം. ആ സാങ്ഷൻഡ് സെക്ഷനിൽ നിന്ന് വരുന്ന കലാകാരനായിരിക്കും. സാങ്ഷൻഡ് സെക്ഷൻ അല്ലെങ്കിൽ
എന്തോ ഒരു തകരാറുള്ളത് പോലെ ആദ്യം മുതൽ അവസാനം വരെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷം ആ ആർട്ടിസ്റ്റ് നേരിടും. ഒരു ഇൻ്റലക്ച്വൽ ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ കാര്യത്തിൽ അയാളോട് അഭിപ്രായം ചോദിക്കില്ല. വൈ? ബിക്കോസ് ഹീസ് നോട്ട് എ സോഷ്യലി സാങ്ക്ഷൻ. അതാ കാര്യം. അയാൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ അയാൾക്ക് വിവരമില്ലാത്തത് കൊണ്ടോ അയാൾ പഠിക്കാത്തത് കൊണ്ടോ അല്ല അയാളോട് പൊതുക്കാര്യങ്ങൾ ചോദിക്കാത്തത്. മറിച്ച് അയാൾ സോഷ്യലി സാങ്ഷൻഡ് അല്ല എന്നതാണ്. അതുകൊണ്ട് സോഷ്യലി സാങ്ഷൻഡ് ആയവർ സാമൂഹികമായ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്ന്. ഇതാണ് ആധുനിക കാലത്തെ ജാതിയുടെ ഒരു മെറ്റമോർഫോസിസ്. അതായത് നമ്മൾ പൊതു എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ സോഷ്യലി സാങ്ഷൻഡ് ജാതികളുടെ ഭാവനാവിലാസമാണെന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാതെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഭാവനാവിലാസത്തിനകത്താണ് നേരത്തെ ഡോക്ടർ ബിജു ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള സിനിമകൾ സർവസമ്മതമായി. ഇപ്പോൾ ദിനു ഇവിടെ സൂചിപ്പിച്ച സിനിമ കണ്ട് സവർണർ മാത്രമല്ലെന്നേ കരയുന്നത്, ദളിതരും കരയുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. കാരണം അതാണ് സോഷ്യലി സാങ്ഷൻഡായ ദുഃഖം. ആദിവാസിയുടെ ദുഃഖം സോഷ്യലി സാങ്ഷൻഡല്ല. അതുകൊണ്ട് നമുക്കത് സ്വീകാര്യമല്ല. അതുകൊണ്ടത് കേരളത്തിൻ്റെ പൊതുവായ കാര്യമല്ല. അപ്പോൾ പൊതുവായ മറ്റെന്തോ ഒരു കാര്യമുണ്ടെന്നും ഇത് പൊതുവായ കാര്യമല്ലെന്നും നമുക്ക് തോന്നുന്നിടത്താണ് ഇതിൻ്റെ തടസ്സം കിടക്കുന്നത്. ഇവിടെ കാസ്റ്റ് എന്നതൊരു സാംസ്കാരിക മൂലധനമായി പരിവർത്തനപ്പെടുകയും അത് എൻഗേജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് സാംസ്കാരിക മൂലധനമായി കാസ്റ്റിനെ ഞാൻ പണ്ടത്തെ കൂട്ടൊരു ജാതിവാദിയൊന്നുമല്ല, ആർക്കും പറയാവുന്ന കാര്യമാണ്. അതല്ല ഇവിടെ പറയുന്ന കാര്യം. നമ്മൾ കാസ്റ്റിനെ വളരെ വിദഗ്ധമായി ഒരു സാംസ്കാരിക മൂലധനമായി മാറ്റിയെടുത്തിട്ടുണ്ട്. അതൊരു വലിയ ദീർഘമായൊരു പ്രോസസ്സാണ്. 100 വർഷത്തോളം എടുത്തു ആ ഒരു പ്രോസസ്സ് സംഭവിക്കാനായിട്ട്. അങ്ങനെ കാസ്റ്റിനെ ഒരു സാംസ്കാരിക മൂലധനമാക്കി മാറ്റിയെടുത്തപ്പോൾ അത് പല നൃത്തരൂപങ്ങളാവാം, നമ്മുടെ ആർട്ട് മേഖലകളാവാം, ചിത്രരചനയുടെ മേഖലയാവാം, സിനിമയാവാം. ഇതിലെല്ലാം തന്നെ കാസ്റ്റ് ഒരു സാംസ്കാരിക മൂലധനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതല്ലാതെ നേരിട്ട് ജാതി പറയുകയല്ല അവിടെ. ഇപ്പം എനിക്ക് ആർ കെ നാരായണൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്ന കാര്യം, എനിക്കൊരു വലിയ വീട് വേണം. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഒരു പഴയ ബ്രാഹ്മണരാണല്ലോ. അവർക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡേ പറ്റത്തുള്ളൂ. എൻ്റെ ഭാര്യയാണെങ്കിൽ വെജിറ്റേറിയൻ നോണേ കഴിക്കുള്ളൂ, മറ്റവർക്ക് വെജിറ്റേറിയൻ വേണം. അതുകൊണ്ട് വലിയ വീട് വേണം. അതുകൊണ്ട് വലിയ വീട് അന്വേഷിച്ച് ഞാൻ ബുദ്ധിമുട്ടിയെന്ന് പറയുന്നു. ഇതിനകത്ത് ജാതി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് കാസ്റ്റ്. അത് ജാതിയാണ്. ഒരു ജാതി ജീവിതം ജീവിക്കുന്നത് കൊണ്ടാണ് വെജിറ്റേറിയനെയും നോൺ വെജിറ്റേറിയനെയും വേർതിരിച്ച് കിടക്കാനും ഭക്ഷണം പാചകം ചെയ്യാനുള്ള സ്പേസസ് വേണമെന്ന് ഒരാളുടെ മനസ്സിൽ തോന്നുന്നത് അയാൾ ജാതി ജീവിതം ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഈ സാംസ്കാരിക ഇത് മുകളിലേക്ക് പോകുന്നതോറും ആഢ്യത്വവും സോഷ്യൽ സാങ്ഷനിങ്ങും കൂടി വരുന്നത് കൊണ്ടും താഴത്തേക്ക് വരുന്നതോറും സോഷ്യൽ സാങ്ഷനിങ് ഇല്ലാത്തത് കൊണ്ടും കീഴ്ത്തട്ടിന് സംസ്കാരമില്ലെന്നാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർ വിചാരിച്ചിട്ടുള്ളത്. അവർ സംസ്കാരമില്ലാത്ത വിഭാഗമാണെന്നാണ്. അവർക്കിനി സംസ്കാരമുണ്ടെങ്കിൽ തന്നെ അത് എൻക്യാഷബിൾ അല്ല. നമ്മുടെ കൾച്ചറൽ ഫീൽഡ് അത് വിദഗ്ധമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിവിദഗ്ധമായി തടയും അതിനെ. അതായത് അത് എൻഗേജ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. നമുക്ക് ക്യാപിറ്റൽ ഉണ്ടായാൽ പോരാ, നമുക്ക് കണ്ടംപററി വേൾഡിൽ അത് എൻഗേജ് ചെയ്യാൻ പറ്റണം. ആ എൻഗേജ്മെൻറ്റിനെ കാസ്റ്റ് സിസ്റ്റം അതിവിദഗ്ധമായി തടഞ്ഞു നിർത്തുന്നു. അതിന് പകരമായി നമ്മളോടിപ്പോൾ നേരത്തെ ഇവിടെ മാളവിക പറഞ്ഞത് ഇത് ശ്രീ പത്മനാഭൻ്റെ മണ്ണാണ്. ജാതിയുണ്ടോ ഇതിനകത്ത്? ജാതിയില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇറ്റ് ഈസ് കാസ്റ്റ്. അത് ജാതിയാണ്. ഇത് ശ്രീ പത്മനാഭൻ്റെ മണ്ണാണെന്ന് 75 കൊല്ലം കഴിഞ്ഞെന്ന് തോന്നുന്ന മനുഷ്യന് സൈക്കോസിസാണ്, എന്തോ അസുഖമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാളെ ചികിത്സിക്കുക വേണ്ടത്. ഈ ചികിത്സ ഒത്തിരി പേർക്ക് ആവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. കാരണം അങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു ഗ്രാവിറ്റി, നമ്മൾ പറയുന്ന വാക്കുകളുടെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരാളെ ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈനംദിനമായ വ്യവഹാരങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് കാസ്റ്റ് പ്രവർത്തിക്കുന്നത്, കാസ്റ്റ് കോൺഷ്യസ്നസ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം പറയാം. സ്ത്രീകളുള്ള സ്ഥലത്തും സ്ത്രീകളില്ലാത്ത സ്ഥലത്തും പുരുഷന്മാർ 2 ഭാഷയല്ലേ ഉപയോഗിക്കുന്നത്? ഒരു ഭാഷ ഉപയോഗിക്കുന്നവർ വളരെ കുറവായിരിക്കും കേരളത്തിൽ. ബാക്കിയുള്ളവരെല്ലാം സ്ത്രീ ഉണ്ടെങ്കിൽ
ഒരു ഭാഷയും, സ്ത്രീ ഇല്ലെങ്കിൽ വേറൊരു ഭാഷയും, ആദിവാസി ഉണ്ടെങ്കിൽ ഒരു ഭാഷയും, ആദിവാസി ഇല്ലെങ്കിൽ വേറൊരു ഭാഷയും, ദളിതൻ ഉണ്ടെങ്കിൽ ഒരു ഭാഷയും, ദളിതൻ ഇല്ലെങ്കിൽ വേറൊരു. ഈ ഡബിൾ ഭാഷ ജാതിയാണെന്ന് നമ്മൾ അറിയേണ്ടത്. ജാതിയുടെ ആധുനിക രൂപമാണത്. നമ്മളുടെ കാലത്തെ കണ്ടംപററി കാസ്റ്റ് കോൺഷ്യസ്നസ് ആണ് നമ്മളെ കൊണ്ട് ഈ ഡബിൾ പ്ലേ ചെയ്യിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പഴയ ജാതി അതേപടി ഇവിടെ നിൽക്കുകയല്ലേ, അത് ഒരു മെറ്റമോർഫോസിസിന് വിധേയമായി വലിയൊരു കൾച്ചറൽ ക്യാപിറ്റലായി. ഇപ്പോൾ ഗൗതം മേനോന് പറയാൻ പറ്റും ജാതി സിനിമ ആവശ്യമില്ലെന്ന്. ഗൗതം മേനോനാണ് പറയുന്നത് ഓർക്കണം. അപ്പോൾ നമുക്ക് സ്വീകാര്യ. ഗൗതം മേനോനാകുമ്പോൾ നല്ല വിവരം ഉണ്ടായിരിക്കുന്നു. അവ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഗൗതം മേനോന് ഒരു വിവരമല്ല നമുക്ക് മനസ്സിലായി. ഒറ്റ പ്രസ്താവന മനസ്സിലായി. അയാൾക്ക് കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നാണ്. സിനിമാക്കാരനൊക്കെ ആയിരിക്കും, പക്ഷെ മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറയുന്നൊരു കാര്യം, നമ്മുടെ ദൈനംദിനമായ ഓരോ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ കാസ്റ്റ് നിറഞ്ഞാടുമ്പോഴും നമ്മൾ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ കാസ്റ്റ് എനിക്കില്ല കേട്ടോ എന്ന് പറയാന്നുള്ള അതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാരെയും സവർണനെ മാത്രം ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുന്നതിൻ്റെയോ അവർണൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നതിൻ്റെയോ കാര്യമായിട്ടാണ് കാസ്റ്റിനെ എല്ലാവരും മനസ്സിലാക്കുന്നത്. കാസ്റ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദളിറ്റ്സ് എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. കാസ്റ്റ് ദളിതരുടെ പ്രശ്നമല്ല, ഇന്ത്യയുടെ പ്രശ്നമാണ്. നമ്മളത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഈ സംഗതിയെ ഈ മോഡേണിറ്റിയുടെ ഘട്ടത്തിൽ നമ്മളത് ചർച്ചയ്ക്കെടുക്കാത്തത് ഇതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ തെന്നി വീഴുമെന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്ന് പറയാൻ നമ്മളെ സ്വയം പരിഷ്കരിക്കാൻ ജാതിയുടെ ഡിസ്കോഴ്സ് നമ്മളെ വ്യക്തിപരമായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എത്രമേൽ ആൻറ്റി കാസ്റ്റ് ആണെന്നൊരു ചോദ്യം വന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, സൂക്ഷ്മ പരിശോധനയിൽ ജാതി കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ വ്യക്തിപരമായ തന്നെ പരിഷ്കരണത്തെ നിർബന്ധിക്കുന്നതുകൊണ്ട് സൗകര്യപൂർവ്വം ജാതിയെ ദളിതരുടെ തലയെ കെട്ടിവെച്ച് ജാതിയില്ലാത്ത മാന്യന്മാരായി നമ്മളങ്ങ് ജീവിക്കുക. ഇതായി കേരളത്തിൽ നടന്നു വരുന്നൊരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ദൈനംദിനമായ സംഭാഷണങ്ങളിൽ, ദൈനംദിനമായ വ്യവഹാരങ്ങളിൽ കാസ്റ്റ് ഒരു ക്യാപിറ്റൽ എന്ന രൂപത്തിൽ പെർക്കഷൻ ആർട്ടിൻ്റെ കേരളത്തിലെ ഹിസ്റ്ററി നമ്മൾ നോക്കി. ആരാ അത് കൊണ്ട് നടക്കുന്നത്? പെർക്കഷൻ ആർട്ടിലേക്ക് പോയ ദളിതരുടെ അനുഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചെണ്ട കൊട്ടാൻ പോയവരുടെ അനുഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല, പക്ഷെ ഇതൊക്കെ ഇവിടെ നടപ്പിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്ലാസിക്കൽ ആർട്ട് എന്ന് പറയുന്ന കലകൾ ഏതാണ്ട് എല്ലാം തന്നെ ജാതിക്കലകളാണ്. അത് സ്റ്റേറ്റ് സ്പോൺസേഡായിട്ട് അതിനെ ക്ലാസിക്കൽ കലകളാക്കി അങ്ങനെ പെരുപ്പിച്ച് സ്ഥാപിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ്. ആ കൂടി 4-5 പേര് കണ്ട കഥകളി കേരളത്തിൻ്റെ ചിഹ്നമായി മാറുന്നത് അങ്ങനെയാണ്. കേരളത്തിൻ്റെ ചിഹ്നമായിട്ടാണ് അത് മാറുന്നത്. വളരെ കുറച്ച് പേര് മാത്രം കൊണ്ടു നടന്നൊരു കല. അപ്പോൾ ബഹുജന കലയോ അത് ഫോക്ക് ആർട്ടാന്ന് പറഞ്ഞത്. ഫോക്ക് ആർട്ട് എന്ന് പറഞ്ഞാൽ പോക്ക് ആർട്ട് എന്നാണ് മലയാളി മനസ്സിലാക്കിയിട്ടുള്ളത്. ആർക്ക് വേണം നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ മനസ്സിലാക്കി ആർക്ക് വേണേലും പാടാവുന്ന പാട്ടെന്നാണ്. ഇപ്പം നഞ്ചിയമ്മയ്ക്ക് പ്രൈസ് കിട്ടിയപ്പോൾ, അവാർഡ് കിട്ടിയപ്പോൾ കേരളത്തിലെ ഒരു സംഗീതജ്ഞൻ പറഞ്ഞൊരു കാര്യം, ഞാനൊക്കെ രാവിലെ മുതലൊരു സാധന ചെയ്ത് വർഷങ്ങളായിട്ട് സാധന ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല, ചുമ്മാ നടന്ന് അവർക്ക് കിട്ടിയെന്ന്. സംഗീതം ചുമ്മാ നടക്കുന്നവർക്ക് കൊടുക്കാവുന്ന അവാർഡല്ലെന്നാണ് അയാൾ പറയുന്നൊരു കാര്യം. ഈ സങ്കല്പങ്ങളാണ് ഈ മനുഷ്യരെ പുറന്തള്ളുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കാസ്റ്റിൻ്റെ ദൈനംദിന വ്യവഹാരങ്ങളിൽ നിന്ന് സമൂഹം പുറത്ത് കിടക്കണമെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഇടപാടുകളിൽ കാസ്റ്റ് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നതിനെക്കുറിച്ചൊരു ബോധ്യമുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു ആൻറ്റി കാസ്റ്റ് പൊസിഷൻ എടുത്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ജാതി ഇല്ലെന്നല്ല നമ്മൾ പറയേണ്ടത്. ഏറ്റവും മിനിമം മനുഷ്യൻ കാണിക്കേണ്ട ഒരു സത്യസന്ധത, എനിക്ക് ജാതി ഇല്ലെന്നല്ല പറയേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ജാതി പാലിക്കില്ല എന്നാണ് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജാതി തീരുമാനിക്കുന്നത് ഞാനല്ല, അതാ കാര്യം. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, സവർണരായിട്ട് സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ ഉള്ള ഒരാളാണ്. അവരുടെ കൂടെ എന്നിട്ട് എനിക്ക് ജാതി ഇല്ലെന്ന് പറയാം. പക്ഷെ കണ്ടു നിൽക്കുന്ന നിങ്ങൾ സമ്മതിക്കുകയല്ലോ. അവൻ നായരാ, മറ്റവൻ ദളിതാണെന്ന് നിങ്ങൾ പറയും. അതോടുകൂടി എൻ്റെ വാക്കുകൾക്ക് അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ജാതി ഇല്ലെന്നല്ല പറയേണ്ടത്. ജാതി ഇവിടെ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതിൻ്റെ നിയമങ്ങൾ ഞാൻ പാലിക്കാറില്ല.
അത്തരം മുൻവിധികൾ വെച്ച് ആരോടെങ്കിലും പെരുമാറിയാൽ അത് ശരിയല്ല എന്ന നിലപാട് ഞാൻ എടുക്കും എന്ന് പറയുന്നതാണ് പ്രോഗ്രസീവായിട്ടുള്ള സ്റ്റാൻഡ്. ജാതി ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര കള്ളത്തരവും ആത്മവഞ്ചനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. കേരളത്തിന്റെ പൊതു പറഞ്ഞ സമയത്താണ് മലയാള മനോരമ ദിനപത്രത്തിന്റെ ഫ്രണ്ടിൽ ഒരു പ്രാവശ്യം ഒരു പൊതു വാർത്ത വന്നു. ഈ പറഞ്ഞ പൊതു വാർത്ത അത് ഇത്ര മാത്രമാണ്. ഈ പത്മശ്രീ കിട്ടിയിട്ടുള്ള എക്സ് രാജകുടുംബത്തിലെ വ്യക്തി മുറ്റത്തിറങ്ങി ആരോ നട്ട, സ്വയം പണിയെടുക്കില്ലല്ലോ, ആരോ നട്ട വെണ്ടക്ക പറിച്ചു. അപ്പൊ അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ റോയൽ ലേഡീസ് ഫിംഗർ എന്നാണ്. അപ്പൊ എൻ്റെ അച്ഛൻ കർഷക അടിമയായി പാടത്ത് വെണ്ടക്ക പറിച്ചിട്ടൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച മനുഷ്യനാണ്. ചരമകോളത്ത് പോലും പുള്ളിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ചില മനുഷ്യർ വെണ്ടക്ക പറിച്ചാൽ തന്നെ പേപ്പറിന്റെ ഫ്രണ്ട് പേജിലേക്ക് കയറാൻ പറ്റുന്നതും അത് പൊതു മലയാളിക്ക് ഒരു പ്രശ്നമേ ആയി തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ മറ്റൊരു പേരിടലാണ് കേരളത്തിനെന്ന് ഭക്ഷണം വഴി സ്പ്രെഡ് ചെയ്യുന്ന ജാതീയത എന്ന് പറയുന്നത്. പ്യുവർ വെജിറ്റേറിയൻ എന്ന പേരിൽ ലോകത്തെവിടെയും കാണാത്ത പ്രത്യേക രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഉദയം ചെയ്യപ്പെടുന്നു. ഇപ്പോഴത്തെ ഞങ്ങളൊരു വീട്ടിൽ പോയ സമയത്ത് ഒരു നായർ വീട്ടിനകത്ത് നമ്മൾ ചെന്ന സമയത്ത് അവർ മീനൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പം മീൻകറി വേണമെന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു മീൻകറി എന്നാണോ നിങ്ങൾ പറയാ, ഞങ്ങൾ മത്സ്യക്കറി എന്നാണ് പറയാന്നാണ് പറഞ്ഞത്. അപ്പം അയില മത്സ്യം, മത്തി മത്സ്യം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു പാരലൽ ലോകമാണെന്നേ, നമുക്ക് പരിചയമില്ലാത്തൊരു അന്യഗ്രഹ ലോകമാണ് ഇവരുടെ വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് ഭക്ഷണം ഭാഷ വഴി പുതിയ ജാതീയത ഊട്ടിയുറപ്പിക്കുന്നത് നോക്കിക്കാണുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഭക്ഷണവും ഭാഷയും നമ്മുടെ എല്ലാ വ്യവഹാര രീതികളിലും എനിക്കൊന്ന് എപ്പോഴും പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജാതി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് മാസ്കുറേഡ് ചെയ്യും. ഒരു വണ്ടർഫുൾ വർക്ക് ഉണ്ട് പ്രൊഫസർ MSS പാണ്ഡ്യൻ്റെ ബ്രാഹ്മൺ ആൻഡ് നോൺ ബ്രാഹ്മൺ. അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും ആ ടാസ്ക് എടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വർക്കാണ്. അതിനകത്ത് അദ്ദേഹം അതിൻ്റെ ഇൻട്രഡക്ഷനിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ക്വയറ്റ് ഓഫൻ ഇൻ ഇന്ത്യ ദ സെക്യുലർ quite often in India, the Savarna masquerades as the secular. അതായത് നമ്മൾ മതനിരപേക്ഷം എന്ന് വിചാരിക്കുന്നതും പൊതു എന്ന് വിചാരിക്കുന്നത് പലതും ജാതീയവുമാണ് ഇന്ത്യയിൽ. അദ്ദേഹം അതിൻ്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുന്നത് ഇന്ത്യയിലെ ജഡ്ജസിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജഡ്ജസ് വന്നത് നമ്മൾ കൊളോണിയലിസം എന്ന് പറയുന്ന പ്രോസസ്സിന് മുമ്പ് ഇവിടെ ഉണ്ടായ കാര്യമാണ് കാസ്റ്റിസം. അപ്പോൾ കൊളോണിയൽ പവേഴ്സ് ഇവിടെ വന്നിട്ട് കാസ്റ്റ് മായ്ച്ചു കളയുകയല്ല ചെയ്തത്, കാസ്റ്റിൻ്റെ പുറത്ത് അവരടുത്തൊരു ലെയറിൽ പെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തമ്മിൽ കല്യാണം കഴിച്ച് ഭയങ്കര ഇന്റർമാരേജ് ചെയ്ത് ഭയങ്കര സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കോളനി ഭരണമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ അജന്ത സുബ്രഹ്മണ്യത്തിൻ്റെ കാസ്റ്റ് ഓഫ് മെറിറ്റ് എന്നുള്ള വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സവർണ ജാതികളിൽ നിന്നൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ള പഠനമാണ്. ഇവിടെ ആക്ച്വലി എഞ്ചിനീയേഴ്സ് ആകേണ്ട ആരായിരുന്നു? ആക്ച്വലി എഞ്ചിനീയേഴ്സ് ആകേണ്ടത് ഇവിടെ നമ്മൾ കീഴാള് എന്ന് പേരിട്ട് വിളിക്കുന്ന വിഭാഗങ്ങളാണ്. അവർക്കാണ് തച്ചുശാസ്ത്രം അറിയാമായിരുന്നു, അവർക്കായിരുന്നു ഇവിടുത്തെ മെക്കാനിക്സ് അറിയായിരുന്നു, ഗിയറിംഗ് സിസ്റ്റം. ഇതിനൊക്കെ റെക്കോർഡഡ് പ്രൂഫ് ചരിത്രത്തിലുണ്ട്. ഇതൊക്കെ ഇവർക്ക് അറിയായിരുന്നു. അരക്കട്ട എന്ന് പറഞ്ഞ വീൽ സിസ്റ്റം, നമ്മൾ പാടത്തൊക്കെ കാണുന്ന വീൽ സിസ്റ്റം ഗിയറാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് 14-ാം നൂറ്റാണ്ട് തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ വിഭാഗങ്ങളെയെല്ലാം മാറ്റി നിർത്തി പുതിയൊരു സെറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ്, കാരണം എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ക്രീമായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം നമുക്ക് ഇവരെ ഒരു ചൂഷിത ജാതികളിൽ നിന്ന് നമുക്ക് അവരെ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പുതിയ ഒരു പ്രോസസ്സിൽ കൂടെ, അതായത് എഡ്യൂക്കേഷൻ ഇന്ന വിഭാഗങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞ് ഒരു പുതിയ എഞ്ചിനീയറിംഗ് കോപ്സിനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ആ വർക്കിൽ പറയുന്നത്. അതുകൊണ്ടാണ് IIT-കളിൽ പഠിക്കുന്ന ബ്രാഹ്മണായിട്ടുള്ള കുട്ടികൾ പറയുന്നത് ദിസ് ഇസ് എ ഹോം അവേ ഫ്രം ഹോം. ഇതെനിക്ക് വീട് പോലെ തന്നെയാണ്. കാരണം അവരുടെ എന്താണ്, അവർ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ടീച്ചേഴ്സ് മുഴുവനും ബ്രാഹ്മണായിട്ടിരിക്കുന്നു, അവരുടെ കൂടെ പഠിക്കുന്നവരെല്ലാം ബ്രാഹ്മണായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒപ്രസർ കാസ്റ്റുകളിലായിട്ടിരിക്കുന്നു. എന്നാൽ ഇതേ ചോദ്യം ഒരു ദളിത് കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റിഫ്ലിംഗ് ആയിട്ട് IIT-യിൽ പഠിച്ചതല്ലേ ദിനു, അവിടെ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നതാണ് IIT പഠിക്കുന്ന ദളിത് കുഞ്ഞുങ്ങൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ വരുന്നു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യും. അതായത് ഇവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ച് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇത് ഇന്ന് തുടങ്ങിയ പ്രോസസ്സല്ല, 200 വർഷമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പൊതു എന്നുള്ളത് ജാതീയമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഓണസദ്യ എന്ന് പറയുന്നത് ഇലയിൽ വിരിച്ച് ഇത്രയും കറികൾ നിരത്തി വെച്ച്. ഏത് മനുഷ്യനാണ് കേരളത്തിൻ്റെ ഒരു 50 വർഷം മുമ്പേ അല്ലെങ്കിൽ ഒരു 70 വർഷം മുമ്പേ ഇത്രയും കറികളുള്ള ഒരു സദ്യ കഴിക്കാൻ പറ്റിയിരുന്നത്? ചമ്രം പടഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയത് പോട്ടെ, ഓണത്തിന് സദ്യ വിളമ്പുന്നതും കസവ് സാരി കൊടുക്കുന്നതും പിന്നെയും ക്ഷമിക്കാം. കേരള പിറവിക്ക് കസവ് സാരി കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഇവിടെ കസവ് സാരി കൊടുക്കാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ കസവ് മുണ്ട് കൊടുക്കാൻ പറ്റിയിരുന്ന എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു? 10% സ്ത്രീകളുടെ താഴെയുള്ളൂ. എന്നിട്ട് കേരളത്തിൻ്റെ ദേശീയ വേഷമായിട്ട് മാറുന്നത് എന്താ? കസവ് സാരിയായി മാറുകയാണ്.
സിംറ്റമാറ്റിക് ആയിട്ട് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഭയങ്കര സെക്യുലർ സിമ്പിൾസായി എന്താണ് നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജഡ്ജ് ഞാൻ പറഞ്ഞു വന്നത്, MS പാണ്ഡ്യൻ്റെ വർക്കിൽ ജഡ്ജിമാരെ കുറിച്ചാണ് അദ്ദേഹം കേസ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഈ ജഡ്ജിമാർ ആദ്യമായിട്ട് ഇന്ത്യൻ ജഡ്ജിമാർ വരുമ്പം ബ്രാഹ്മണരിൽ നിന്നാണ് വളരെ കൃത്യമായിട്ട് ബ്രിട്ടീഷുകാർ ജഡ്ജിമാരെ ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ ജഡ്ജിമാർക്ക് അവരെ തന്നെ സെൽഫ് ഫാഷൻ ചെയ്യണമല്ലോ, അവരെ തന്നെ പ്രകടിപ്പിക്കണം പുതിയൊരു മോഡേൺ രീതിയിൽ. അതിനുവേണ്ടി അവർ പുതിയ വാച്ചുകൾ കെട്ടുന്നു, ബ്രിട്ടീഷ് വിഗുകൾ വെക്കുന്നു, പുതിയ കോട്ടുകൾ ഇടുന്നു. അങ്ങനെയാണ് ഇവർ കോടതികളിലേക്ക് പോകുന്നത്. അപ്പോൾ മൊഡേണിറ്റിയുടെ സിമ്പലുകളായിട്ടുള്ള പോക്കറ്റ് വാച്ച്, മൊഡേണിറ്റിയുടെ സിമ്പിളായിട്ടുള്ള കോട്ടൊക്കെ ധരിച്ച് ഇവർ പോവുകയാണ്. പക്ഷെ പോകുന്ന സമയത്തും അവരുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് അവരുടെ പൂണൂലാണ്. അതുകൊണ്ട് കയ്യിൽ അവർക്ക് മൊഡേണിറ്റിയുടെ സിമ്പിളായിട്ടുള്ള വാച്ച് ഉണ്ടെങ്കിലും അവരുടെ നെഞ്ചിൽ കിടക്കുന്നത് പൂണൂല് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് MS പാണ്ഡ്യൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും വലിയൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഒരു ജഡ്ജി എങ്ങനെ ഇരിക്കും എന്ന് ഇന്ത്യൻ ജനത ആദ്യം കാണുന്ന ബ്രാഹ്മണ ജഡ്ജിയാണ്. അതുകൊണ്ടാണ് ഒരു കുറി തൊടുന്ന അല്ലെങ്കിൽ വിഭൂതിയുടെ 3 ലൈൻസ് ഉള്ള ഒരു ജഡ്ജിയെ നമുക്ക് കാസ്റ്റിസ്റ്റ് ആയിട്ട് തോന്നാത്തത്. പക്ഷെ തൊപ്പി വെച്ചൊരു ജഡ്ജി വരികയാണെങ്കിൽ അയ്യോ പെട്ടെന്ന് നമ്മുടെ ഇസ്ലാമോഫോബിയൊക്കെ പെട്ടെന്ന് ചാടി വെളിയിൽ വരും. തൊപ്പി വെച്ച് റിലീജിയസ് ചിഹ്നം വെച്ചൊരു ജഡ്ജി വന്നുകൂടാന്ന് പറയും. പൊട്ട് തൊട്ട് അഡ്വക്കേറ്റായിട്ട് വാദിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ നമുക്ക് ഒരു സവർണ സ്ത്രീ എന്ന് തോന്നാറില്ല, അല്ലെങ്കിൽ ഒരു കാസ്റ്റിസ്റ്റ് സ്ത്രീ എന്ന് നമുക്ക് തോന്നാറില്ല. പക്ഷെ നാളെ ഹിജാബ് ഇട്ടുകൊണ്ട് ഒരു സ്ത്രീ വരുമ്പോൾ നമുക്കത് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നും. മദർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചിത്രം നമ്മളെ കാണിക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ദുർഗാദേവിയെ പോലെ ഇരിക്കുമ്പോൾ നമുക്കത് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഹിജാബ് ധരിച്ച ഒരു സ്ത്രീയെ നമ്മൾ മദർ ഇന്ത്യ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ സവർണം എന്നുള്ളത് സെക്യുലർ ആയിട്ട് തെറ്റിദ്ധരിച്ചൊരു ജനതയാണ് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്ക പ്രോബ്ലംസിൻ്റെയും ഇസ്ലാമോഫോബിയയുടെ റൂട്ട്സ് എടുത്ത് നോക്കിയാൽ അത് കാസ്റ്റിസത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലെ പേട്രിയാർക്കിയുടെ റൂട്ട്സ് എടുത്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അത് ബ്രാഹ്മണികൾക്ക് പേട്രിയാർക്കിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലെ എക്കണോമിക് തകർച്ച, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കാത്തതെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഇവിടെ ജാതി നിലനിന്നത് കൊണ്ടും ഒരു ജാതിയിലുള്ള മനുഷ്യർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള മൊബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ ഈ ജാതി എന്നുള്ളത് നമുക്ക് ആർക്കും അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല. ഇൻറ്റിമേറ്റ് സ്പിയറിൽ നമ്മൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നു, കല്യാണം കഴിക്കുന്നു, ആരുമായിട്ട് ബെഡ് ഷെയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഈ ജാതി സങ്കല്പങ്ങൾ കൊണ്ട് നടക്കുകയും പക്ഷേ നമ്മുടെ ഭാഷയിലോ സംസ്കാരത്തിലോ ഡിസ്കോഴ്സിലോ ഒന്നും അത് കടന്നു വരാത്ത രീതിയിൽ നമ്മളെ തന്നെ ഗാർഡ് ചെയ്ത് ഇല്ല, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജാതി ഇല്ലാത്ത സെക്യുലർ മനുഷ്യൻ. നമ്മൾ ഈ സെക്യുലർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സെക്യുലറിസം ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. വാട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ഇസ് സവർണൈസം മാസ്കുറേഡിങ് as secularism. ഈ ആധുനിക കാര്യങ്ങളും വെച്ച് ജാതി പറയുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ID കാർഡാണ് അയക്കുന്നത്. അപ്പം ആധാർ കാർഡൊക്കെ ഡേറ്റിംഗ് ആപ്പിൽ വേണമെന്ന് ഞാനും സംശയിച്ചു. അപ്പോൾ ഈ ID കാർഡിൻ്റെ പുറകിൽ ഒരു രാജകീയ ചിഹ്നമുണ്ട്, അതാണ് നമുക്ക് അയച്ചു തരുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് ഒന്ന് മുഖം കാണിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഡേറ്റിങ്ങിന് വരാൻ വേണ്ടി വിളിക്കുന്നത് ഒന്ന് മുഖം കാണിക്കാൻ പറ്റുമോ. അപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ഉടനെ ഈ വ്യക്തി പറയുന്നത് പഴയ കാലമായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് എപ്പോഴോ വന്നേനെന്നാണ്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, പഴയ കാലത്ത് ഞങ്ങൾ അധ്വാനിച്ചതിൻ്റെ പണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കയ്യിൽ കുത്താൻ നിനക്കൊരു മൊബൈൽ ഫോൺ പോലും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ അയാളോട് തിരിച്ചു പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ആധുനികമായ ഒരു ഡിവൈസ് വെക്കുമ്പോഴും തലച്ചോറ് ഏതോ നൂറ്റാണ്ടിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടർ ബിജുവിനോട് തന്നെയാണ് ഈ ചർച്ചയിൽ അവസാനത്തെ ചോദ്യമുള്ളത്. ഒരുപക്ഷെ സനിജൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ജാതി പറയുന്ന സിനിമകൾ ആവശ്യമില്ല എന്നും ഇന്ന് അത്തരം വേർതിരിവുകൾ ഇല്ല എന്നും. പേരിനൊപ്പമുള്ള മേനോൻ ഒരിക്കലും ജാതി പേരായി കണ്ടിട്ടില്ല, വളരെ നിഷ്കളങ്കാണ്, തക്കുടു എന്നൊക്കെ വിളിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ പേരിനൊപ്പമുള്ള മേനോൻ ഒരിക്കലും ജാതി പേരായി കണ്ടിട്ടില്ല, ജാതിയും മതവും പ്രോത്സാഹിപ്പിക്കാനേ പോകുന്നില്ല എന്നാണ് ഗൗതം വാസുദേവൻ മേനോൻ പറയുന്നത്. എന്താണ് പിന്നെ ഈ മേനോൻ പറയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇദ്ദേഹം തമിഴ്നാട്ടിലുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏലിയനൊന്നും അല്ലെന്ന് വിചാരിക്കുന്നു. തമിഴ്നാട്ടിലുള്ള ജീവിച്ച് വളർന്ന ഒരാളാണെന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയെന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു വിനോദിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നൊരു സാധനമല്ല. സിനിമയും സാഹിത്യവും ഒന്നും നമ്മളങ്ങനെ ഒരാളെ വിനോദിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം. അതവരെ നമ്മളൊരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു ജനതയെ സോഷ്യലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, എസ്തറ്റിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ആർട്ടിസ്റ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ കൂടി അതിൻ്റെ ഒരു ധർമ്മമാണ്. അങ്ങനെ ഒരു ധർമ്മം കൂടി ചെയ്യുന്ന ആളുകളാണ് കലാകാരന്മാർ. അത് സിനിമയിലായാലും എഴുത്തിലായാലും ഒക്കെ. അങ്ങനെ ഇടപെടുന്ന ഒരാൾ ജാതി സിനിമ ആവശ്യമില്ല എന്ന് മേനോൻ എന്നൊരു വാക്കും വെച്ചിട്ട് ഒരു വാലും വെച്ചിട്ട് പറയാന്ന് വെച്ചാൽ അദ്ദേഹം പണി ചെയ്യാൻ യോഗ്യനാണോ എന്നുള്ളത് ആദ്യം ആലോചിക്കേണ്ടതുണ്ട്. കലാകാരനെ വിളിക്കാൻ യോഗ്യനാണോ എന്നുള്ളത്. കാര്യം അത്രമാത്രം സാമൂഹികമായി അജ്ഞതയുള്ളൊരു മനുഷ്യൻ
ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി അറിയാതെ സ്വന്തം പേരിനോടൊപ്പമുള്ള വാല് ഒരു ജാതി മൂലധനമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത, നമ്മൾ ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ അത്രമാത്രം നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ജനതയെ ആസ്വദിപ്പിക്കാനായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുക? അദ്ദേഹം പണി നിർത്തിപ്പോണം. അയാൾ കലാകാരൻ പോലും പറയാൻ അർഹനായ ഒരു മനുഷ്യനല്ല. അതല്ലെങ്കിൽ ഈ മേനോൻ എന്നൊരു വാലുകൂടി വെച്ചിട്ടാണ് ജാതി രാഷ്ട്രീയം സിനിമ പറയേണ്ടതെന്ന് പറയുന്നത്. ജാതി സിനിമ ഇവിടെ പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, തമിഴ്നാട്ടിൽ ആമ്പിള്ളേർ ഇഷ്ടം പോലെ ജാതി സിനിമ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടം പോലെ അവർ ശക്തമായി പറയുന്നുണ്ട്. അതെങ്കിലും കണ്ട് അദ്ദേഹം പഠിക്കണ്ടേ? അദ്ദേഹത്തിനൊക്കെ ജൂനിയറായിട്ടുള്ള വെട്രിമാറിനെ പോലെയുള്ള സംവിധായകരെ, പാരഞ്ജിത്തിനെ പോലെയുള്ള സംവിധായകരൊക്കെ ഇതിനെക്കാട്ടിൽ വൃത്തിയായി ഗംഭീരമായി സിനിമകൾ ഉണ്ടാക്കുമ്പോഴാണ് അദ്ദേഹം ഇവിടെയൊക്കെയുള്ള ഇവിടെ മലയാളത്തിൽ വന്നൊരു സിനിമ ചെയ്ത് ഇവിടുത്തെ സവർണ സിനിമക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട് മേനോൻ എന്നൊരു ജാതിയെ അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ കൂടെ ചുമ്മാ തമാശയ്ക്ക് കൊണ്ടു നടക്കുന്നതാണ്, ഇവിടെ ജാതി സിനിമയുടെ ആവശ്യമേ ഇല്ല എന്നൊക്കെ പറയുന്നത്. ഏത് ലോകത്തുനിന്ന് പൊട്ടി വീഴുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരാളുടെ പ്രശ്നം മാത്രമല്ല, ഇങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. നമ്മൾ മലയാള സിനിമയിലുള്ള ആളുകൾ തന്നെ അവരുടെ ജാതിവാലിൻ്റെ കൂടെ മേനോനൊക്കെ ചേർത്തിട്ട് അയ്യോ ഇതൊന്നും ഒരു ജാതിയല്ല, ഇതൊക്കെ ഞങ്ങൾ ജനിച്ചപ്പോൾ കിട്ടിയൊരു സാധനമാണ്, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ജാതി ആൾക്കാരല്ല. മുമ്പ് സനേട്ടൻ പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ വളരെ സെക്കുലറാണ്. എന്നിട്ട് ഇപ്പുറത്ത് എഴുതുന്നിടത്തൊക്കെ ഈ മേനോനും വാര്യരും ഒക്കെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അപ്പോൾ ഇവരൊന്നും എനിക്ക് തോന്നുന്നില്ല സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കലാപരമായി പ്രവർത്തിക്കാൻ അർഹതയുള്ള മനുഷ്യന്മാരാണോ എന്നുള്ള അവരുടെ ഒരു അജ്ഞതയെ തന്നെയാണ് അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു എന്താ പറയുക, ഈ പറയുന്ന പോലെ ഇത് ചെയ്യാൻ ഞങ്ങൾ യോഗ്യരല്ല എന്നവർ വെളിപ്പെടുത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലത്. ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. 2 മുൻ വിധികൾ ആദ്യമേ വെക്കുന്നു. ഒന്ന്, കേരളത്തിൽ ജാതിയുണ്ടോ എന്നുള്ള ചോദ്യം ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം ചോദിക്കാൻ സാധ്യതയുള്ള മനുഷ്യന്മാരുണ്ടാവുമെന്ന് ഊഹിക്കുകയാണ്. ആ ചോദ്യവും റിസർവേഷൻ എന്തിനാണ്, ഈ 2 ചോദ്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു. വേറെ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ ചോദ്യം ഡോക്ടർ ബിജുവിനോടാണ്. അപ്പോൾ നേരത്തെ ആർട്ട് ഹൗസ് സിനിമ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയായിരുന്നു. കലയ്ക്ക്, പ്രത്യേകിച്ച് സിനിമയ്ക്ക് ഒരു എലീറ്റിസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്. പണ്ട് മുതൽ സൊസൈറ്റിയിൽ ഏറ്റവും മേളിത്തട്ടിലുള്ള ആൾക്കാരാണ് കല ആസ്വദിച്ചിരുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരുന്നതും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ഇപ്പോൾ മോഡേൺ സൊസൈറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് സിനിമ ക്യാപിറ്റലിസം കയറി പിടിച്ചു. എലിറ്റിസ്റ്റ്കാർക്ക് വേണ്ടി അങ്ങനെ എലിറ്റിസത്തിൽ നിന്ന് മാറിയപ്പോൾ ക്യാപിറ്റലിസം വന്നു. ഈ ആർട്ട് ഹൗസ് സിനിമ എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് എൻ്റെ കസിനായ കൊമേഴ്ഷ്യൽ സിനിമയുണ്ട്. അപ്പോൾ അവിടെയാണ് ഇങ്ങനത്തെ എന്താണ് കാസ്റ്റസ്റ്റ് നെറേറ്റീവ്സ്, അതായത് എന്താണ് പ്രോ സവർണ നെറേറ്റീവ്സ് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്നത്. ഈ ആർട്ട് ഹൗസ് സിനിമ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതങ്ങനെ എക്സിസ്റ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് പറയുന്നത്. കാരണം ആർട്ട് ഇൻഡസ്ട്രിയലൈസ് ചെയ്താൽ, സിനിമ ഇൻഡസ്ട്രിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെറേറ്റീവ്സ് ഇച്ചിരി കൂടെ ലിബറൽ ആവത്തില്ലേ? നെറേറ്റീവ്സ് കേൾക്കേണ്ട കഥകൾ കേൾക്കേണ്ട ആൾക്കാരുടെ എത്തത്തില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. ശരിക്കും ഇപ്പോൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ മുമ്പ് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് എപ്പോഴും ഒരു ആർട്ട് ഹൗസ് സിനിമ എന്ന് പറയുന്ന ഒരു പാരലൽ സിനിമകളാണ്. പക്ഷെ അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമുക്കിപ്പോൾ ഈ മുഖ്യധാരയിലെ നറേറ്റീവുകൾ അതിൽ തന്നെ കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റീവായിട്ട് നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക ഒരു മധ്യധാര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കഥകൾ പറയുന്ന ഒരു നറേറ്റീവ്സും ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഈ ആർട്ട് ഹൗസ് നറേറ്റീവുകൾ വളരെ കൃത്യമായി ഇത്തരം കമ്മ്യൂണിറ്റിയെ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സിനിമകൾ ഉണ്ടാകുമ്പോൾ കേരളം പോലെ ഒരു ഇടത്ത് ആ സിനിമ ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇപ്പോൾ സത്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന് സത്യത്തിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സിനിമകൾ ആവശ്യമില്ല, കാസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ ആവശ്യമില്ല, സാധാരണ മനുഷ്യൻ്റെ കഥകൾ പറയുന്ന സിനിമകളും അവർക്ക് ആവശ്യമില്ല. അത്തരം സിനിമകളുടെ ഒരു എക്സിസ്റ്റൻസ് തന്നെ ഇപ്പോൾ ഇല്ല. അത് എക്സിസ്റ്റൻസ് ചെയ്യണമെങ്കിൽ അതിനെവിടെന്നെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നതല്ല. ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഒരു പക്ഷേ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട്, അത്തരം സപ്പോർട്ട് കൊണ്ടാണ് എല്ലാ സ്റ്റേറ്റുകളിലും അത് നിലനിന്ന് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു ആർട്ടിസ്റ്റിക് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ആ സിനിമ ചെയ്യുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തുല്യമായിട്ട് എടുത്തിയാടി ചെയ്യുന്ന സിനിമകളാണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ ആത്മഹത്യ ചെയ്യാനായിട്ട് അധികം വരുന്നു ഉണ്ടാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരം സിനിമകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ നറേറ്റീവ് നിലനിൽക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോധപൂർവമായ ഒരു ഇടപെടലും ശ്രമങ്ങളും ഒരു വിഷനും ഉണ്ടാകണം. ദൗർഭാഗ്യവശാൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമല്ലാത്തതുകൊണ്ടും അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കഥയൊന്നും ഇല്ലാത്തതുകൊണ്ടും കഴിഞ്ഞ 15 വർഷമായി അതിനെപ്പറ്റി സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തതുകൊണ്ടും ആ ഒരു ഏരിയയിലേക്ക്
ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇത് തന്നെയാണ് ഈ പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് അതുള്ളത്. ഇത്തരത്തിലുള്ള നറേറ്റീവ്സ് കൂടുതൽ ലിബറലായിട്ട് ഉണ്ടാവാതെ പോകുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ റീസൺ ഇതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം. ഈ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഗൗതം മേനോൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു പക്ഷേ ഗൗതം മേനോൻ ഇവിടെ വരികയാണെങ്കിൽ ആ ഗൗതം മേനോൻ പങ്കെടുക്കുന്ന സെഷൻ എന്തായിരിക്കും എന്നുള്ളതും ഞാൻ പങ്കെടുക്കുന്ന സെഷൻ എന്താണെന്നുള്ളതും ഈ ഇതിൻ്റെ ഒരു സിനിമയുടെയും ആർട്ടിൻ്റെയും ഒക്കെ ഒരു എന്താ പറയുക ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സോഷ്യൽ ക്യാപിറ്റൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ തന്നെയാണ്. നമസ്കാരം സാർ, ഞാനൊരു പൊതുവിദ്യാലയത്തിലെ അധ്യാപകനാണ്. എനിക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട്, പക്ഷേ അതിനുള്ള സമയമല്ല. എങ്കിലും എൻ്റെ വിഷയം പൊളിറ്റിക്കൽ സയൻസാണ്. അപ്പോൾ ഞങ്ങളൊരു ടോപ്പിക്ക് സെക്യുലാരിസമാണ്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ ഈ ഉച്ച സമയത്ത് ഇൻ്റർവെൽ സമയത്ത് ചോറ്റുപാത്രം തുറക്കുമ്പോഴുണ്ടല്ലോ, ഈ കൈകൾ ആർത്തിയോടെ വന്ന് വീഴുന്ന കൈകൾ കണ്ടിട്ടുണ്ടല്ലോ, അതിലാരും നിങ്ങളെ ഒന്നും നോക്കാറില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി അതിങ്ങനെ ആർത്തിയോടെ കഴിക്കാറുണ്ട്. അപ്പോൾ ആ സ്നേഹമായിരിക്കണം എല്ലാവരും ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും കുട്ടികൾ. പക്ഷേ ഒരു ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള സ്കൂളായതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ സർ അവർ ഇത്തരത്തിലുള്ള ഒരുപാട് വിവേചനങ്ങൾ നേരിടുന്നുണ്ടെന്ന് പറയാറുണ്ട്. ഈ വെറുപ്പ്, ഈ വ്യത്യാസം അവർ ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു അധ്യാപകൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സണ്ണി സാറിനോടാണ്, സാർ എങ്ങനെയായിരിക്കും കുട്ടികളെ അതിനെ പ്രതിരോധിക്കാൻ എന്തായിരിക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു വചനം, ഒരു വാക്ക്? ഈ നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, എല്ലാ സമൂഹത്തിലും ഏറ്റവും വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ പിന്നിലുള്ളൊരു ഫോഴ്സ് എന്ന് പറയുന്നത് സോഷ്യലൈസേഷനാണ്. സോഷ്യലൈസേഷൻ ഏജൻസി മുഖേന നടക്കുക. അത് മാതാപിതാക്കളാവാം, ചേട്ടനും ചേച്ചിയുമാവാം, അനിയന്മാരാകാം, അനിയത്തിയാവാം, വീടാവാം, സമുദായമാകാം, രാഷ്ട്രീയ പാർട്ടിയാവാം, സിനിമകളാകാം, നാടകമാകാം, സംഗീതമാകാം. ഇങ്ങനെ പല ഏജൻസികളിലൂടെ കടന്നാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് രൂപപ്പെടുന്നത്. ഈ മാഷ് പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികളെ നിങ്ങൾ ഇവിടെ ഇറക്കി വിടൂ, എല്ലാ ജാതിയിലും മതത്തിലും ആദിവാസിയും അനാദിവാസിയൊക്കെ ഇറക്കി വിടും. പിള്ളേരിവിടെ കിടന്ന് കുട്ടമറിഞ്ഞ് കളിക്കും, അവർക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ ആദിവാസിയെയും അനാദിവാസിയെയും ദളിതരെയും സവർണനെയൊക്കെ ഇറക്കി വിടും, മാറി മാറി നിൽക്കുകയുള്ളൂ. ആ 20 വയസ്സോടെ അവരുടെ സോഷ്യലൈസേഷൻ പൂർണ്ണമാവും. ഇതായതിൻ്റെ കാര്യം. അന്നേരം നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നതാണ് ഈ കാര്യം. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ് കാര്യം. എനിക്ക് വ്യക്തിപരമായി ഉണ്ടായൊരു അനുഭവം, വിദേശത്ത് ഉള്ള എൻ്റെ ഒരു സഹോദരി, എൻ്റെ നാട്ടുകാരിയാണ്, സുറിയാനി ക്രിസ്ത്യാനിയാണ്. എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു അവിടെ ബഹ്റിനിൽ. എന്നിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം, സണ്ണിച്ചേട്ടൻ്റെ പ്രസംഗം ഇവിടെയാണ് എനിക്ക് വന്ന് കേൾക്കാൻ പറ്റി, കടുത്തുരുത്തിയിലാണ് ഞാൻ കേൾക്കാൻ വരുന്നതെങ്കിൽ കടുത്തുരുത്തിക്കാർ മുഴുവൻ എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്ന ആ കുട്ടി പറയുന്ന സത്യ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ വെറുതെ ഒരു എക്സാഗ്രേഷൻ പറയല്ല. ആ കുട്ടി പറഞ്ഞ വളരെ ആത്മാർത്ഥമായി പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ പ്രസംഗം കേൾക്കാനൊരു സുറിയാനി പെൺകുട്ടി വന്നാൽ അവൾക്ക് ഭ്രാന്താണെന്ന് നാട്ടുകാർ പറഞ്ഞിരിക്കും. ആ ഭ്രാന്താന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടി കുട്ടി എന്ത് ചെയ്യും? വരത്തില്ല. സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ ഒരു വലിയ ബ്ലോക്ക് സ്വയം രൂപപ്പെടുക. അപ്പോൾ നമ്മുടെ ഈ സോഷ്യലൈസേഷനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഒരു കാര്യമാണ് മാളവികയോട് സൂചിപ്പിച്ച്. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ അല്ലെ കോളേജുകളിൽ അവരുടെ ഇടപാടുകളിൽ ഒക്കെ എങ്ങനെയാണ് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് സംഭവിക്കുന്നത്? നമ്മളെങ്ങനെയാണ് പഠിപ്പിക്കുന്ന കുട്ടികളെ? കറുത്തവരുടെ കൂടെ കൂടി നിന്ന് തല്ലുമേടിച്ച കുട്ടികളുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള കറുത്തവരുടെ കൂടെ കൂടി, കോളനിക്കാരുടെ കൂടെയാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ വീടുകളിൽ. പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജാതി ജീവിതത്തിൻ്റെ പരിശീലന കളരിയാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. അല്ലാതെ പേരൻറ്റിങ്ങിൽ ഈ പറഞ്ഞ ആനകുതിര കാര്യമൊന്നുമില്ല. അപ്പം ആ നിലക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ചെയ്യാവുന്നൊരു കാര്യം, കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണെന്ന് അവർക്ക് താല്പര്യമുണ്ടാകാവുന്ന വിധമുള്ള ചില വിജ്ഞാനങ്ങൾ അവരുടെ മുന്നിൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ 17 വർഷം വിദ്യാഭ്യാസം ചെയ്ത ആളാണ്. എന്നെ പഠിപ്പിച്ച ഒരാളും ഡോക്ടർ അംബേദ്കർ എന്നൊരു പേര് പറഞ്ഞിട്ടില്ല, ജാതി എന്നൊരു പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെല്ലാം നായന്മാരായിരുന്നു. അതെനിക്കറിയാം. ഒന്ന് ഓർക്കണം എന്ത് ഭീകര പ്രവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് മാഷിന് ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു താല്പര്യമുള്ളവർ അതിൽ താല്പര്യമെടുക്കട്ടെ എന്ന്.
അതെല്ലാം നമുക്ക് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് അത്രയും ഭീകരമാണ്, അത്രയും പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകൾ, നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ്? ഞാൻ പുരോഗമനകാരി, എൻ്റെ മകള് പക്ഷേ അവൾ അത്ര പുരോഗമനകാരി, അവൾ കൺസർവേറ്റീവ്, അവളുടെ സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഈ ഒഴിവ് കഴിവൊന്നുമല്ല, അതൊക്കെ കള്ളത്തര, അതൊക്കെ മാറ്റി വെക്കണം. ഈ സെഷൻ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 3 കാര്യങ്ങൾ, വളരെ ലഘുവായ 3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി 40,000-ഓളം വരുന്ന ദളിത് ജാതി കോളനികളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പട്ടിണിയും പരിതാപകരമായ അവസ്ഥയും അടുക്കള തോണ്ടി ശവം അടക്കം വരുന്ന അവസ്ഥകൾ കേൾക്കാൻ ആഗ്രഹിച്ച ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, പേര് കേട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ നിരാശരാക്കിയതിൽ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ടെന്ന് ആദ്യം തന്നെ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. 2, ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ കോളനികളെ കുറിച്ച്, കോളനി സംബന്ധമായ പഠനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അഗ്രഹാരങ്ങൾ മറ്റൊരു ജാതി കോളനിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഗ്രഹാരങ്ങളിൽ കൂടി മികച്ച പഠനങ്ങൾ നടത്താൻ വേണ്ടി, ആദിവാസി ഊരിൽ അങ്ങനെയാണല്ലോ, ഓടിപ്പോയി കുട്ടീനെ ഒക്കത്തെടുത്ത് ഫോട്ടോ എടുക്കുന്ന സെറ്റപ്പ് ആണല്ലോ പഠനം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ അഗ്രഹാരങ്ങളിലൊക്കെ കയറി ഇറങ്ങി പഠനങ്ങൾ നയിക്കാൻ കൂടി ഗവേഷണം കൂടെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അവസാനമായി ഈ വേദിയിൽ ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണമെന്നാണ് ഉന്നതകുല തേങ്ങാക്കുലയായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത ജന്മത്തിൽ ഇനി അഥവാ അദ്ദേഹം ബ്രാഹ്മണനാകുമോ ഇല്ലയോ, എന്തെങ്കിലും പാപം കൊണ്ട് ഇനി ബ്രാഹ്മണനായി ജനിക്കുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ജന്മമെങ്കിലും ഒരു പൗരനായി മാറാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് സാധിക്കട്ടെ എന്ന് പൊയ്കയിലെ അപ്പച്ചനോടും മഹാത്മാ അയ്യങ്കാളിയോടും ദാക്ഷായണി വേലായുധനോടും അംബേദ്കറിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉന്നത കുല ഇനിയെങ്കിലും ഒരു പൗരനായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.